ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന നല്ലൊരു ക്രീമാണിത്. ഇതിന് ഗോൾഡൻ ക്രീം എന്ന് വേണമെങ്കിൽ പറയട്ടെ. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. ഇത് നൈറ്റ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് വീട്ടിലുള്ള ചെടിമേലുള്ള അലോവേര ജെല്ല് എടുക്കരുത്. പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെൽ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അതൊരു വലിയ ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ടിൻ്റെ ഓയിലാണ്. ഇത് ആൽമണ്ടിൻ്റെ ഓയിൽ ഞാൻ ശരിക്കും അത് മില്ലിൽ നിന്ന് ബദാം കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ടിൻ്റെ ഓയിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നവരാണെങ്കിൽ അത് ഹെയറിനും ഫേസിനും സെപ്പറേറ്റ് ഉണ്ട്. അത് ഫേസിൻ്റെ അത് നോക്കിയിട്ട് വാങ്ങണം. അതൊരു ടേബിൾ സ്പൂൺ ആൽമണ്ടിൻ്റെ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ്. പിന്നെ വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് നമ്മുടെ ഫേസിന് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്രീം ഉപയോഗിക്കാൻ വേണ്ടി ഉപകാരപ്പെടും. പിന്നെ വേണ്ടത് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞളാണ് വേണ്ടത്. മഞ്ഞൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക. അതേപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഒരു ടെർമറിക് നൈറ്റ് ക്രീമാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള ക്രീമാണ്. പിന്നെ ചിലർക്ക് മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇത് പാച്ച് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്കിതിൽ അലർജി ഉള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഇങ്ങനെയുള്ള ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യാത്തതാണ് നല്ലത്. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് ഒരു സാധനം മുഖത്തിടുന്നത് നല്ലതായിരിക്കില്ല കേട്ടോ. പിന്നെ ഞാനിതിൽ ആൽമണ്ടിൻ്റെ ഓയിൽ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ആക്സിൻ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കെല്ലാണെങ്കിൽ ചില ഓയിൽ കണ്ടൻ്റ് ഉള്ളത് അവർക്ക് പിമ്പിൾസ് വരാൻ സാധ്യത ഉണ്ടാക്കും. പക്ഷേ ആൽമണ്ടിൻ്റെ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തത്. ആൽമണ്ടിൻ്റെ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിലോ കൊക്കനട്ട് ഓയിലോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ പുറത്ത് തന്നെ ഒരു 7-8 ദിവസം ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ സാധാരണ നമ്മൾ ഫേസ് ക്രീമെല്ലാം അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അതിനുശേഷം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതേപോലെയാണ് തേക്കേണ്ടത്. അതങ്ങ് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് എപ്പോൾ നൈറ്റ് തന്നെ യൂസ് ചെയ്യുക, രാവിലെ യൂസ് ചെയ്യരുത്. ഇത് തേച്ചിട്ട് വെയിലത്തിറങ്ങാനും പാടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഫ്യൂച്ചറിൽ നിന്ന് വീഡിയോസ് എല്ലാം കിട്ടും കേട്ടോ. താങ്ക്